പുഴുങ്ങിയ നെല്ലിക്കയിലേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരി ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് നെല്ലിക്ക അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാം. അച്ചാറിടാനുണ്ട് നെല്ലിക്ക. ഇത് സാധാ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നെല്ലിക്ക പുഴുങ്ങിയപ്പോൾ ഇട്ടതാണല്ലോ, അപ്പോൾ പിച്ചിലിട്ട് കൊടുത്താൽ എങ്ങനെ നല്ലവണ്ണം മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായല്ലോ. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇടാനുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് വച്ചിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് അത് ആക്കിയാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയായാലും പാകത്തിന് ഉപ്പൊക്കെ നോക്കുക, പുളിയൊക്കെ നോക്കുക. പുളി കുറവുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത് 2-3 ദിവസം ചൂടാറി കഴിയുമ്പോൾ കഞ്ഞിയിലിട്ട് വയ്ക്കണം. നമ്മൾ ഈ വെളുത്തുള്ളി പച്ചമുളകും വറുത്ത് ഇതിലേക്ക് ഇടാനുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂണോളം കായപ്പൊടി ഇടുക കേട്ടോ. കായപ്പൊടി ഇടുക. അത് നന്നായിട്ട് ഇളക്കി വച്ചിട്ട് 2 ദിവസം ഇരുന്നിട്ട് ഇത് എടുക്കാവുള്ളൂ കേട്ടോ. കഴിക്കുക. ഇതിലേക്ക് ഇനി ഇഞ്ചി വറുത്ത് വെളുത്തുള്ളി വറുത്ത് കോരി ഇടണം, പച്ചമുളക് വറുത്ത് കോരി ഇടണം കേട്ടോ.